ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SLC റിസൾട്ട് വന്നു. ഇനി +1 പോകാൻ പോകുന്ന സ്റ്റുഡൻസിനെ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. SLC റിസൾട്ട് വന്നു ആൻഡ് ചിലർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മാർക്ക് അവരുദ്ദേശിച്ച മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ മറ്റു ചിലർക്ക് അവരുദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സങ്കടത്തിലായിരിക്കും, റിവലേഷന് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. ആൻഡ് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കോള്, നമ്മുടെ ട്രീറ്റ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ SLC ലൈഫ് കഴിഞ്ഞ് ഇനി നമ്മൾ ഹയർ സെക്കൻഡറിയിലോട്ടാണ്. ഒരു പുതിയ ലൈഫാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഒരു റിയൽ സ്റ്റുഡൻറ് ലൈഫ് എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സെയിം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയേക്കാം, ബട്ട് എൻ്റയർലി ഡിഫറെൻറ്റ് വേൾഡ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലുണ്ടാവുക, മറ്റു പല സ്കൂളുകളിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ആയിരിക്കാം. ആൻഡ് നമ്മൾക്ക് അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. ആൻഡ് ടീച്ചേഴ്സ് പുതിയതാണ്, ബുക്കുകൾ പുതിയതാണ്. ടോട്ടലി ഒരു ന്യൂ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. SLCയിൽ മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒന്നും അവിടെ അവസാനിച്ചിട്ടില്ല. ഇനി നിങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ +1 നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടാക്കാം. ഇന്നലെ വരെ നമ്മൾ SLC സ്റ്റുഡൻസ് ആയിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ടല്ല. ഇന്നലെ വരെ നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞത് മാത്രം പഠിച്ചു പോയാൽ നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്നതായിരുന്നു. ബട്ട് ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ദ തിങ് ഈസ്, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ബട്ട് ദ റിയാലിറ്റി, ദ തിങ് ഈസ് +1 ഒരിക്കലും ടഫ് അല്ല. ഇവിടെ നിങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിൾ. അതായത് ഇപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് അന്നാന്ന് നോട്ട്സ് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ പോകാൻ പറ്റും. അല്ല, ഇനിയിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അധികം കലോത്സവത്തിനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല, ബട്ട് എൻ്റെ ഫ്രണ്ട്സ് അവർ കലോത്സവത്തിനൊക്കെ കൂടിയിട്ട് ലാസ്റ്റ് നോട്ട്സൊക്കെ പെൻഡിങ് ആയിട്ട് പഠിക്കാനും ഒരുപാടുണ്ടാവും. നമ്മൾ ക്ലാസ്സുകൾ കുറേ പോവും. അങ്ങനെ നിങ്ങൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഓൺലൈനിൽ തന്നെ എന്തായാലും ജോയിൻ ചെയ്യുക ബാച്ചിൽ. നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ ട്യൂഷന്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ ഇപ്പോൾ റിസൾട്ട്സ് വരുന്നതിന് മുമ്പ് തന്നെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട്സ് വെയിറ്റ് ചെയ്തിരിക്കാതെ ട്യൂഷൻ ചേർന്ന ഒരുപാട് പേരുണ്ടാവും. ആൻഡ് ചേരാത്തവരുണ്ടാവും. ഇനി ഏത് സബ്ജക്റ്റാണ് കിട്ടിയിട്ട് നോക്കിയിട്ട് ചേരാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ നിങ്ങൾ സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓൺലൈൻ ആണെങ്കിൽ അപ്പം തന്നെ ജോയിൻ ചെയ്യാം. കലോത്സവത്തിനൊക്കെ പോകുന്നവർക്ക് എന്തായാലും ഓൺലൈനായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിങ്ങൾ ട്യൂഷൻ തന്നെ പോകണമെന്നൊന്നുമില്ല, ഓൺലൈൻ യൂട്യൂബ് ക്ലാസ് റെഫർ ചെയ്താലും മതി. ഇഷ്ടംമാതിരി യൂട്യൂബ് ക്ലാസ് അവൈലബിൾ ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, SLC പോലെ ലാസ്റ്റ് ടൈം വെച്ച് പഠിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പറ്റത്തില്ല. കോൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് പോവുക. SLCയിൽ ഞാൻ നന്നായി പഠിച്ചു. ഇപ്പോൾ ഒരു ഫുൾ A+ കിട്ടിയതോ അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ SLCയിൽ നന്നായിട്ട് പഠിച്ചു. ഇനിയെങ്കിലും ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ +1 പോകുന്നതെങ്കിൽ ദ ബിഗ് മിസ്റ്റേക്ക് യു എവർ മെയ്ഡ് ആയിരിക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും കരുതിയിട്ട് +1 പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ടീച്ചേഴ്സ് സ്പീഡിൽ പോകും, അവർക്ക് അവരുടെ ഒരു പോർഷൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അവർ പോവും. ആൻഡ് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളായിരിക്കും കൊടുക്കുക. മെയിൻ റീസൺ നമുക്ക് +1 ടഫാണെന്ന് തോന്നാനുള്ള കാരണം. പക്ഷേ ഞാൻ പറയാലോ, സത്യം പറഞ്ഞാൽ +1 ടഫല്ല. മെയിൻ തിങ് വാസ് നമ്മൾ ലേസി ആവുന്നതാണ് +1 ടഫ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. +1 എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാം ആൻഡ് ഡെയിലി പഠിച്ച് പോകാൻ നോക്കുക. ഇപ്പോൾ SLCയിൽ വലിയ മാർക്ക് കിട്ടിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. കാരണം SLCനെക്കാട്ടിലും അല്ലെങ്കിൽ 10നെക്കാട്ടിലും എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡാണ് +1. ഇവിടെ ആരാണ് ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യുന്നത് അവരാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. +1 എന്ന് പറയുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഇവിടെയാണ് നിങ്ങളുടെ പുതിയ സ്റ്റോറി ബിഗിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് +1 ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഇവിടെ നിങ്ങൾക്ക് പുതിയ ചാൻസുകളുണ്ട്. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, SLC കഴിഞ്ഞു ഇനി ഫ്രീ ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. +1 ഈസ് ദ ബിഗിനിങ്. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് +1 കുറിച്ചിട്ട്, അതിപ്പോൾ SLC കഴിഞ്ഞിട്ട് നിങ്ങൾ +1 പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ചെറുതായിട്ട് +1 കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടിയെങ്കിൽ അത് മതി. സോ ഇത് നിങ്ങളുടെ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. അപ്പോൾ ഇനി +1 പോകുന്നവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ.